ഗുഡ് മോർണിംഗ്. ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിന്റെ ബാക്കി എക്സസൈസ് ആണ് കേട്ടോ. ഇത് 4 എക്സസൈസേ ഉള്ളൂ. ഇത് എക്സസൈസ് ആണ്. പേജ് നമ്പർ 183 കിടപ്പുണ്ട്. സോറി, എക്സസൈസ് അല്ല, എക്സാമ്പിൾസ് ആണ്. പേജ് നമ്പർ 183 എക്സാമ്പിൾ 13 കിടപ്പുണ്ട്. നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ പോകുന്ന ഫസ്റ്റ് വൺ 5985.3. നമ്മളിങ്ങനെ പോയിന്റ് ഉള്ളതിനെ നമ്മൾ ആക്കിയില്ലായിരുന്നു. ഇത്ര നേരം ചെയ്തത് ചുമ്മാ ഇനിയുള്ളതിനാണ് പോയിന്റ് ഇല്ലാതെ വന്നിട്ട് അതിനെ അങ്ങ് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാനായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ എവിടെ കിടക്കണം പോയിന്റ്? ലെഫ്റ്റിൽ നിന്ന് 1 പ്ലേസ് മാറിയേ കിടക്കാവുള്ളൂ, 1 പ്ലേസ് മാറിയേ കിടക്കാവുള്ളൂ. അപ്പൊ നമ്മുടെ പോയിന്റ് ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ പോയിന്റിനെ നമ്മൾ എങ്ങോട്ട് മാറ്റാൻ പോകണം? ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ട്. ഇവിടെ ഒന്നും പോയിന്റ് ഇല്ലാത്തതിന് നമ്മൾ പോയിന്റ് കൊടുക്കുവായിരുന്നു ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ട്. അപ്പൊ എത്ര പ്ലേസ് മാറ്റണമെന്ന് നോക്കിയാൽ ഈ പോയിന്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. എത്ര പ്ലേസ് മാറ്റണം? 1 2 3. അപ്പൊ ഞാനൊന്ന് എഴുതുവാണേ. 5 പോയിന്റ് ഇങ്ങോട്ട് മാറിയേ. ബാക്കി സംഖ്യകളൊക്കെ എഴുതണ്ടേ? ബാക്കി 9853 കിടപ്പുണ്ട്. അപ്പൊ പോയിന്റ് എത്ര പ്ലേസ് മാറ്റിയുള്ളൂ? നമ്മള് എത്ര പ്ലേസ് പോയിന്റ് മാറ്റിയിട്ടുള്ളൂ? 3 പ്ലേസ് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻3. മനസ്സിലായോ? വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ, അഡീഷണൽ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാമേ. എത്ര പ്ലേസാ മാറ്റിയത്? 3 പ്ലേസ്. അതുകൊണ്ട് 1000. That is equal to 5.9853 into 10⁻3. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാവുന്നുള്ളൂ. മനസ്സിലായോ മക്കളെ? ഇവിടെ പോയിന്റ് ഉണ്ട്, മറ്റു സംഖ്യകൾ ഇതുപോലെ അല്ല. പോയിന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ലെഫ്റ്റിൽ നിന്ന് 1 പ്ലേസ് മാത്രം മാറി മതി. അപ്പൊ നമ്മൾ ഈ പോയിന്റിനെ ഇവിടുന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റുക. എത്ര പ്ലേസ് മാറ്റുമ്പോഴാണ് 5 പോയിന്റ് വരുന്നത്? 3 പ്ലേസ് മാറ്റിയത് കൊണ്ടാണ് നമ്മൾ 1000 കൊണ്ട് ചെയ്തത്. അത് മനസ്സിലായില്ലേ? അടുത്തൊന്ന് പറഞ്ഞേ. പോയിന്റ് ഒന്നുമില്ല. പോയിന്റ് ഒന്നും ഇല്ലെന്നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സംഖ്യ കഴിഞ്ഞ് പോയിന്റ് ഇവിടെയായിട്ടാണ് കിടക്കുന്നത്. അതിലേക്ക് ഒന്നും പോകണ്ട. നമ്മളിപ്പോ പെട്ടെന്ന് എഴുതാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇത്ര മാറ്റി ഒറ്റ പ്ലേസ് മാറ്റിയാൽ പോരെ. അപ്പൊ 6 പോയിന്റ്. ബാക്കി സംഖ്യ എങ്ങനെ എഴുതുവാണേ? 50. എത്ര പ്ലേസ് ഉണ്ട്? ഇപ്പം പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4. അതായത് നമ്മൾ ഇവിടുന്ന് 1 2 3 4 പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മൾ പോയിന്റ് കൊടുത്തത് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എളുപ്പവഴിയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി കേട്ടോ. ഒന്നിൽ തന്നെ എഴുതണം. 6 പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് പോയിന്റ് കഴിഞ്ഞ്, അതായത് എത്ര പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോയിന്റ് മാറ്റിയെന്ന്. 1 2 3 4 6 പോയിന്റ് ഇട്ടാണ് 4 പ്ലേസ്. അപ്പൊ അതുകൊണ്ട് എന്നാ എഴുതാം? 10⁻4. എങ്ങനെയായാലും ആൻസർ ശരിയല്ലേ മക്കളെ? ഓക്കെ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പം അങ്ങനല്ല, നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് എടുക്കണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 4 3 0. ഓക്കെ, നമുക്ക് പോയിന്റ് എവിടെ വരണം? ഇവിടെ. അപ്പൊ എന്നാ എഴുതി? 3 പോയിന്റ്. അത് കഴിഞ്ഞുള്ള സംഖ്യകൾ മാത്രം എഴുതിയാൽ മതി. അറ്റത്ത് കിടക്കുന്ന സീറോസ് ഒന്നും എഴുതണ്ട കേട്ടോ. 4 3 ഇൻറ്റു 10⁻. എത്ര എഴുതും? ഇവിടെ പോയിന്റ് കൊടുത്ത പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 5 6 സീറോസ് എഴുതണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ പോയിന്റ് കഴിഞ്ഞ് സീറോസ് എഴുതണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ പവർ കൊടുക്കുമ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. 1 2 3 4 5 6. 10⁻6. കണ്ടോ? സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡ് ഫോം കിട്ടിയ കണ്ടോ? അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നോക്കുക? 1 2 3 4 5 6 കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് കൊടുത്തത്. അങ്ങനെ 10⁻6 ആണ്. ഓക്കെ, അടുത്തത് സംഖ്യ ഉണ്ടോ? ഇതാണ് ഇതിന്റെ വലുതും നമ്മൾ അല്ലേ പറയുന്നല്ലേ, ഇതിലും വലുത് ചാടിക്കിടന്നവനാ അല്ലേ? അതേപോലെ എത്ര വലുതാക്കിയാണല്ലോ നമ്മൾ എഴുതും. ഓക്കെ, എങ്ങനെ എഴുതുന്നത്? ഇവിടെ കഴിഞ്ഞൊരു പോയിന്റ് കൊടുത്തു. അപ്പൊ എന്നാ കിട്ടി? 7 പോയിന്റ്. അയ്യോ, ഇനി 0 ആണെന്ന് വിട്ട് കളയരുത്. ഇവിടെ ഒരു 4 ഉണ്ട്, അവര് വരണം. അപ്പൊ നമുക്ക് എന്നെ എഴുതണം? 0 0 0 0 4. അത് കഴിഞ്ഞുള്ള സീറോസ് വിട്ട് കളയാം, കാരണം അവർക്കൊന്നും വിലയില്ല കേട്ടോ. ഇൻറ്റു ഇവിടെ പോയിന്റ് എവിടെ കൊടുത്തത്? എത്ര സാധനം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 പ്ലേസ്. 10⁻10. ഇവിടെ നിന്നെങ്കിൽ 1 2 3 4 5 6 7 8 9 10. 10 പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മൾ കുത്തിട്ടത്. അപ്പൊ ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടണമെന്നും അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടണം. കാര്യം നടന്നു കിട്ടി കണ്ടോ? ഇത്രയും വലിയ സംഖ്യ എന്നിട്ട് നമ്മൾ അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതിയല്ലേ? സ്റ്റാൻഡേർഡ്, വെറും എക്സ്പോണൻഷ്യൽ ഫോം അല്ല, സ്റ്റാൻഡേർഡ് എക്സ്പോണൻഷ്യൽ ഫോം. ഇത്രയും ഓർത്താൽ മതി. സ്റ്റാൻഡേർഡ് എക്സ്പോണൻഷ്യൽ ഫോം എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഒറ്റ പ്ലേസ് മാറ്റി കുത്തിടുക. ബാക്കി അപ്പുറത്ത് എന്നാക്കി ഉണ്ടോ അത് എഴുതുക. എത്ര മാറ്റി ബാക്കി പോയിന്റിനപ്പുറത്ത് എത്ര പ്ലേസ് ഉണ്ടോ അത്രയും സീറോ പവറായിട്ട് കൊടുക്കുക, അല്ലെ എക്സ്പോണന്റ് ആയിട്ട് കൊടുക്കുക.
എളുപ്പമല്ലേ മക്കളെ? ഇതല്ലേ നമുക്ക് എളുപ്പം. ഓക്കെ, നിങ്ങൾ എഴുതൂ, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിനി ഒരു എക്സസൈസുകളുണ്ട്, അത് ചെയ്തിട്ട് ചാപ്റ്റർ ക്ലോസ്. ഓക്കെ ഓക്കെ, താങ്ക് യു.